ഹലോ, ഇന്നങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോഴതെ പുറത്തൊരു ബെല്ല് കേട്ട് ഞാൻ ചെന്നപ്പോഴേക്കും മൈ ഫസ്റ്റ് സർപ്രൈസ്. ഖത്തറിലെ 12 മണി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഇവിടെ 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം. അങ്ങനെ ഉറക്കം കളഞ്ഞ് കോളുകളുടെ എണ്ണം തുരുതുരാ കൂടി വന്നു. അപ്പൊ അതെൻ്റെ അടുത്ത സർപ്രൈസ്. പിന്നെ എന്നത്തെ പോലെ റെഡിയായി പല്ല് തേച്ച് മോന്തയും കഴുകി നേരെ പള്ളിയിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ അലിസിനെ ഹെൽനപ്പിനെയും കിട്ടി. പിന്നെ എന്നെ ക്ഷണിക്കപ്പെട്ട ഒരു സുഹൃത്തും ക്ഷണിക്കപ്പെടാത്ത 2 അതിഥികളും എത്തി. പിന്നെ നേരെ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മച്ചിയുടെ കലാവിരുത്. അമ്മച്ചിയാണ് വെച്ചെങ്കിലും ചെമ്പോട്ടിച്ച് അങ്ങനെയാണ്. പിന്നെ വീട്ടിലുള്ള എല്ലാത്തിനെയും പെറുക്കിയിരുത്തി അങ്ങോട്ട് നേരെ ബിരിയാണി അങ്ങോട്ട് വിളമ്പി. ബിരിയാണിയുടെ ട്രിപ്പ് മാറാനായിട്ടാണ് കുറച്ചേരം ഇതിരുന്ന് കളിച്ചത്. അപ്പോഴേ കൊടുക്കത്തെ ട്രിപ്പായി. പിന്നെ ഓരോന്നോരോന്നായിട്ട് സൈഡിൽ ചരിയാൻ തുടങ്ങി. എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനല്ലേ മെയിൻ. അപ്പൊ ഞാൻ അങ്ങനെ ഉറങ്ങിയില്ലട്ടാ. അപ്പോഴേക്കും വൈകുന്നേരത്തെ ചായ കുടിയുടെ സമയമായി. അമ്മേനോട് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോഴേക്കും ആട്ടി വിട്ടു. അപ്പൊ കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് നോക്കാൻ ഓർത്ത്. ഈ ഉടുപ്പ് തയ്ച്ചത് ഈ ഇരിക്കണ സാധനം ഉണ്ടാ. ആൻഡ് ഈ ഡ്രസ്സും തയ്ച്ചു തന്നതാണ് ബൈ ഫിയമോൾസ് മമ്മി. അങ്ങനെ ഇരുന്നപ്പോ രാത്രി 8 മണിയായപ്പോ എന്റെ ബോയ് ഫ്രണ്ടിന്റെ ഫാമിലിന്ന് കേക്ക് ഒക്കെ ഇട്ട് വന്നു. പിന്നെ അത് മുറിച്ച് എന്റെ ഭാവി അമ്മായപ്പനും അമ്മായിയമ്മക്കും കൂടെ എന്റെ ഭാവി ഹസ്ബൻഡിനും ഞാൻ കൊടുത്തു. ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ എന്റെ അപ്പച്ചനും അമ്മച്ചിക്കും അമ്മമ്മക്കും. മദറിനിലോ എനിക്കൊരു ഹാൻഡ് ബാഗ് ആണ് കേട്ടോ ഗിഫ്റ്റ് തന്നത്. അവരൊക്കെ അങ്ങനെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ. അങ്ങനെ ഞാൻ എല്ലാവരുടെയും ഹാപ്പി ഫേസസ് ക്യാപ്ചർ ചെയ്തു. അങ്ങനെ എല്ലാവരും ഹാപ്പി, ഞാനും ഹാപ്പി. ഇനി നമുക്ക് കുറച്ച് അൺഒഫീഷ്യൽ ആയിട്ടുള്ള പരിപാടിയായിരുന്നു. യെസ് ഗൈസ്, ദാറ്റ് ഈസ് ഹോം കളൂടി. അപ്പന്മാരിങ്ങനെ നടിക്കുമ്പോഴേക്കും സൈഡിൽ വട്ടം വളഞ്ഞ് നോക്കിയിരിക്കുന്ന ഒരു രസം ഉണ്ടാ. എന്റെ സ്കൈഡി മോള് ഹാപ്പി ആയിരുന്നു. അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് തുള്ളണത് അതില്ലാത്തൊരു പാരമ്പര്യമാണ്. ടച്ചിന് വെച്ച കൊണ്ടാട്ടം നോക്കിയാണ് ഞാനീ പോയത്. ആന്റപ്പന്റെ മോളും ഹാപ്പിയാണ്. പിന്നെ അറിയാല്ല മലയാളികളുടെ സ്ഥിരം യാത്ര പറച്ചിലാണ് നിങ്ങൾ ഈ കാണുന്നത്. വല്ലതും തീരുവാ അതുണ്ടായിരുന്നു ഏകദേശം അരമണിക്കൂർ. അങ്ങനെ പയ്യെ ഓരോ ടീംസായിട്ട് ബൈ പറഞ്ഞു പോയി. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ ഒരു ഹാപ്പി ബർത്ത്ഡേ വ്ളോഗ്.